ഇന്ന് നമ്മൾ ഒട്ടുമിക്ക പണമിടപാടുകളും നടത്തുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും UPI അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് സ്കാൻ ചെയ്ത് പൈസ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലും നമ്മുടെ UPI അധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയിട്ടാണ്. അപ്പോൾ യൂണിഫൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ UPI അധിഷ്ഠിതമായിട്ട് നമുക്ക് മൊബൈൽ ആപ്പ് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഗവൺമെൻറ് തന്നെ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. അതാണ് BIM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ UPI അധിഷ്ഠിതമായിട്ടുള്ള BIM ആപ്ലിക്കേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്ന് കാണുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ BIM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ടും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് BIM എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻ. ഇന്ത്യയിൽ 5 കോടിയിലധികം പേര് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഈ BIM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ആപ്ലിക്കേഷൻ്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളും എന്നാൽ സെക്യൂറും ആയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ആപ്ലിക്കേഷൻ എന്തൊക്കെ ഫ്യൂച്ചറാണ് വന്നിട്ടുള്ളത്, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും UPI ID ഒക്കെ UPI നമ്പർ തന്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ BIM BIM എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ BIM എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. 26 MB ആണ് ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആദ്യമായി UPI അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഫ്യൂച്ചറുകൾ വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അപ്പോൾ ഇനി നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും, എനേബിൾ ആയി വരും. അപ്പോൾ നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അല്ല എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആവും. അതിനുശേഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു UPI ആപ്ലിക്കേഷൻ, അതായത് Paytm ഫോൺ പേ ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേ UPI ID വെച്ച് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ എനേബിൾ ആയി. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. അതായത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം, ഇവിടെ ഹലോ എന്ന് കാണാം, മലയാളം ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഈ ഹലോ എന്ന് പറഞ്ഞാൽ ഈ മലയാളം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഉള്ള ഹലോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും. നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ്റെ സെറ്റിങ്സ് ഓൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ഫസ്റ്റുള്ള വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ കോൾസും ഇതിലേക്ക് ആവശ്യമാണ് അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അലോ എന്ന് പറഞ്ഞ ഈ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ മെസ്സേജ് വരുന്നതിന് വേണ്ടി അലോ എന്ന് പറഞ്ഞ മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 സിമ്മിൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിലുണ്ടാവുമല്ലോ, അതിലേത് സിമ്മാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ BSNL എൻ്റെ മിക്ക ബാങ്ക് അക്കൗണ്ടുകളും ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ BSNL സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഏത് മൊബൈൽ നമ്പറിൻ്റെ സിമ്മാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ചോദിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ് വീണ്ടും ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് വെരിഫിക്കേഷൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബാലൻസ് ഒക്കെ നമ്മുടെ ഫോണിൽ വേണം SMS പോകാൻ. അപ്പോൾ ₹1 പൈസയാണ് SMS ബാലൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വെരിഫൈ ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ലിങ്കാണ്, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത സിമ്മാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് കാണിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ എൻ്റർ ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തത് കൊണ്ടാണ് ആ പാസ്വേഡ് എന്ന് പറഞ്ഞ് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വന്നത്. അല്ല എങ്കിൽ നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്കിതൊരു പിന്നാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് പോലെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇനി എപ്പോഴും ഉപയോഗിക്കാൻ ഈ പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ഉള്ള ബയോമെട്രിക് ഉള്ള ഫോണാണ്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് എനേബിൾ ചെയ്യാൻ പറ്റും. അല്ല, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ 6 പാസ്വേഡൊക്കെ ആയിരിക്കും നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഇവിടെ കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പിൻ്റെ UPI പാസ്വേഡ് തന്നെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു, പാസ്വേഡ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായി വരികയാണ്. അപ്പോൾ നമുക്ക് എനേബിൾ UPI ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫോൺ പേയിലൊക്കെ ഉള്ള വാലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ എനേബിൾ നൗ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആവും. ഞാനിപ്പോൾ തൽക്കാലം ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു. USD സർവീസ് ബയോമെട്രിക് ലോഗിൻ, അപ്പോൾ ഇതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വീണ്ടും നമ്മുടെ പാസ്വേഡ് ഒന്ന് ചോദിക്കും. അപ്പോൾ നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കുക. ഇത് പലർക്കും പല ഫോണിലും പല വ്യത്യസ്ത രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബയോമെട്രിക് ഒന്ന് ഫിംഗർ പ്രിൻറ്റ് ലോഗ് ചെയ്തു. അപ്പോൾ അതൊന്ന് സക്സസ് ആയി. അപ്പോൾ ഇനി നമുക്ക് പിൻ നമ്പർ അടിക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ചിലപ്പോൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ കണ്ടോ, പണ്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അതിൽ ഇത്രയധികം ഫീച്ചറുകളൊന്നുമില്ല. ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytm, ആമസോൺ പേ പോലുള്ള UPI ആപ്പുകളിനേക്കാളും അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളുടെ UPI ആപ്പുകളെക്കാളുമൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും എന്നാൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് UPI ആപ്ലിക്കേഷൻ BIM എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും താഴെ ഇവിടെ ഹോം എന്ന് പറഞ്ഞ് ഓപ്ഷൻ സെലക്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ താഴെ പ്രൊഫൈൽ എന്നും ട്രാൻസാക്ഷൻ എന്നും 3 ഓപ്ഷൻ താഴെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ബില്ലുകളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനാണ്. ഇവിടെ കണ്ടോ, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് ബിൽ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ റീചാർജിലേക്ക് പോകും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പോസ്റ്റ് പെയ്ഡ് മൊബൈലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പൈസ അയക്കാനുള്ള ഓപ്ഷനാണ്. ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ, ഫാസ്റ്റാഗ്, അതായത് വണ്ടിയുടെ കാറിൻ്റെയൊക്കെ നമുക്കറിയാം ഫാസ്റ്റാഗ് ബില്ലടയ്ക്കാം. പിന്നെ അപ്രൂവ് പേ, അതായത് നമുക്കൊരാൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്താൽ അത് നമുക്ക് അപ്രൂവൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ബില്ല്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറേയധികം ഫീച്ചറുകൾ ഇവിടത്തെക്കാളും ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ നമുക്കിവിടെ ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തരം കാര്യങ്ങളും DTH റീചാർജ് ചെയ്യാം, വാട്ടർ അതോറിറ്റി ബില്ലടയ്ക്കാം, മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബില്ലടയ്ക്കാം, ലാൻഡ് ലൈൻ പോസ്റ്റ് പെയ്ഡ്, അതുപോലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ, കറണ്ട് ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, LPG, ലൈഫ് ഇൻഷുറൻസ്, ലോണ്, ഫാസ്റ്റാഗ്, കേബിൾ TV. ഇനി ഓരോ കാറ്റഗറി ബേസിൽ തന്നെ നമുക്ക് കാണാം. കേബിൾ TV കണ്ടോ, അതായത് ഇവിടെ ഇത്രയധികം ഫീച്ചറുകൾ നമുക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ ആപ്പ് വഴി നമുക്ക് ബിൽ പേയ്മെൻറ്റുകളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് UPI ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ UPI ID ഇവിടെ എനിക്കിവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ UPI ID വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കാൻ പൈസ, ഇപ്പോൾ മറ്റൊരാൾക്ക് പൈസ അയക്കണം മറ്റൊരാൾക്ക്. അപ്പോൾ അതായത് മറ്റൊരാളുടെ ഫോണിൽ ഈ BIM ആപ്പ് ഇല്ല. പലർക്കും സംശയമാണ്, BIM ആപ്പ് ഉണ്ടെങ്കിലോ നമുക്ക് BIM ആപ്പും മറ്റൊരാൾക്കും ഈ BIM ആപ്പ് ഉണ്ടെങ്കിലേ പൈസ അയക്കാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല. ഫോൺ പേയോ Paytm ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ UPI ID ഇവിടെ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ കേട്ടോ, ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി കടയിൽ പോയിപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമുക്ക് QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അയക്കാൻ ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടോ, വലത് സൈഡ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായി സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് കടയിലുള്ള സ്കാൻ ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ആരോ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മുടെ കംഫർട്ടായിട്ട് നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി താഴേക്ക് വരികയാണെങ്കിൽ BIM ഓഫറുകൾ കാണാം. UPI നമ്പർ ക്രിയേറ്റ് നൗ. അപ്പോൾ നമുക്കിവിടെ ഇനി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടോ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് ആണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനും ലിങ്ക് ചെയ്യാനും അതിൻ്റെ ബാലൻസ് നോക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ
ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ഇപ്പോൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ബാലൻസ് എല്ലാം നോക്കാൻ നമുക്കിവിടെ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ ബാങ്ക് അക്കൗണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻസും കാണില്ല. ഈ ഒരു പ്ലസ് ബട്ടൺ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡാണുള്ളതെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ബാങ്ക് അക്കൗണ്ട് കുറേ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ കണ്ടോ, ഇതെല്ലാം ഓരോ ബാങ്കിൻ്റെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെർച്ച് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് SBI ആണെങ്കിൽ SBI എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ SBI എന്നല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്, STA കണ്ടോ, നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടോ, ഇവിടെ വന്നു. അപ്പോൾ ഇത് നമുക്കൊരു ICICI ബാങ്കിലാണ്, ICICI ബാങ്ക്, ICICI ഇതാ കണ്ടോ, ICICI ബാങ്ക്. അപ്പോൾ നമുക്ക് ഈ ICICI ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ എനിക്ക് ICICI ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് ഇത് കണക്റ്റ് ആയില്ല. അല്ലെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നിന്നൊരു SMS പോവുകയും അക്കൗണ്ട് ആക്റ്റീവ് ആവും, ഇതുമായിട്ട് ലിങ്ക് ആവും, ഇതുപോലെ വരും, ഇങ്ങനെ ഇവിടെ ഒന്ന് ആഡ് ആവും. അപ്പോൾ നമുക്കിങ്ങനെ പല ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഇവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ UPI നമ്പർ, അപ്പോൾ ഈ UPI നമ്പർ എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ UPI ID അല്ല UPI പിൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് UPI പിൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 അക്ക പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ചെയ്യേണ്ടത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ പിൻ നമ്പർ ഉറപ്പിക്കാൻ നമ്മുടെ ATM കാർഡിൻ്റെ മുൻവശത്ത് ഒരു 16 അക്ക നമ്പർ ഉണ്ടാവില്ലേ, ആ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആവും. അതിനുശേഷം ഞാൻ പിൻ നമ്പർ തെറ്റായി വേറെ പിൻ നമ്പർ അടിച്ചുകൊണ്ടാണ് ബാലൻസ് കാണിക്കാത്തത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും, ഓരോന്നിൻ്റെയും ബാലൻസ് നോക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ ഞാനിവിടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അതിൻ്റെ അതിൽ തന്നെ നമുക്കിങ്ങനെ ഈ ഓപ്ഷനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ വേറെ ഒരു UPI ആപ്പിലും ഇല്ല. അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് വെക്കണം. ഇവിടെ സെൻഡ് മണി എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ സെൻഡ് സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഇതിൽ നിന്നും മറ്റൊരു നമ്മുടെ SBI അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇതിനെ റിമൂവ് ചെയ്യാം, ചേഞ്ച് UPI പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ UPI പിൻ നമ്പറൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചേഞ്ച് UPI പിൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ല, നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് UPI പിൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. ഇനി നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫർഗറ്റ് മറന്നു പോയിട്ടുണ്ട്, ഫർഗറ്റ് UPI പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈവശമുള്ള ബാങ്കോട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ATM കാർഡിൻ്റെ അവസാന 6 അക്ക നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ATM കാർഡിൻ്റെ മുൻവശത്ത് ഒരു 16 അക്ക നമ്പർ കാണും, അതിലുള്ള അവസാന 6 അക്ക നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് അതിൻ്റെ താഴെ വാലിഡിറ്റി മാസവും വർഷവും കാണും. അപ്പോൾ ഇവിടെ മാസം ഇപ്പോൾ 12-ാം മാസമാണെങ്കിൽ 12-ാം മാസം എന്ന് എഴുതുക. 2028 അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്കിൽ 28 മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ന്യൂ UPI പിൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ UPI അവിടെ 2 പ്രാവശ്യം നമ്മൾ പുതിയ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ UPI പിൻ ക്രിയേറ്റ് ആവും. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പിൻ നമ്പർ അടിച്ച് ബാലൻസ് നോക്കാൻ പറ്റത്തുള്ളൂ. അതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇനി ഇവിടെ ചെക്ക് ബാലൻസ് വന്നു, അപ്പോൾ UPI പിൻ നമ്പർ 4 അക്കം വന്നു. അപ്പോൾ അടുത്ത് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ SBIയുടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ 6 അക്ക UPI പിൻ നമ്പർ. ഇത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ 4 അക്ക UPI പിൻ നമ്പറല്ലേ ക്രിയേറ്റ് ചെയ്തത്, SBIയിൽ വന്നപ്പോൾ എങ്ങനെ മാറി എന്നൊരു സംശയം വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ഓരോ UPI ID ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ UPI ID ക്രിയേറ്റ് ആണ് ചെയ്തതെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ബാലൻസ് കാണാൻ പറ്റും. അതുപോലെ UPI അപ്പോൾ SBIക്കൊക്കെ 6 അക്ക UPI പിൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അതുപോലെയുള്ള ബാങ്കൊക്കെയാണ് 4 അക്കമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് SBIയിലാണെങ്കിലും ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ SBIയിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഈ അക്കൗണ്ട് വേണം നമുക്ക് ഈ ബിമ്പിലൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ചേഞ്ച് ചെയ്യാനും ഓപ്ഷനുണ്ട്, മേക്ക് മണി, ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസും നമുക്കിവിടെ നിന്നും അവൈലബിൾ ആണ്.
അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഫ്യൂച്ചർ നമുക്ക് ഗൂഗിൾ പേയിലൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ പേയിലോ പേടിഎമ്മിലൊന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ BIM ആപ്പിനകത്താണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് കുറേ ഓഫറുകൾ വരുന്നു. 10% ക്യാഷ് ബാക്ക് ഒക്കെ തരുന്ന UPI ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ക്രിയേറ്റ് UPI നൗ എന്നൊക്കെ പറഞ്ഞിട്ട് UPI നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ലിങ്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് UPI നമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുതിയൊരു UPI ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പുതിയ UPI നമ്പരൊക്കെ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് ഒരു 3 വര കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് വീണ്ടും മാറ്റാനുള്ള ഓപ്ഷനുണ്ട്, സിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ജനറേറ്റ് QR കോഡ്, നമ്മുടെ തന്നെ QR കോഡ് ജനറേറ്റ് ചെയ്യാം, UPI ID ക്രിയേറ്റ് ചെയ്യാം, ഗിഫ്റ്റ് കാർഡിനെ പറ്റി, ഡൊണേറ്റ്, ഫേവറേറ്റ്, സെൻഡ് മണി, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് സെറ്റിങ്സും ഒക്കെ കാണാം. അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നമുക്കിതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ കണ്ടോ, താഴെ വലത് സൈഡ് ഏറ്റവും താഴെ സെൻട്രലായിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ QR കോഡ് കാണാം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിന്നും പൈസ നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ QR കോഡ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഇത് സ്കാൻ ചെയ്ത് പൈസ അയക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു കോപ്പി ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം, അതാണ് നമ്മുടെ UPI ID. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുത്താലും നമുക്ക് അതുവഴി UPI ID വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഷെയർ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കടയിലൊക്കെ വയ്ക്കാം. പക്ഷേ കടയിലൊക്കെ നമ്മൾ മർച്ചൻ്റ് UPI ID ആണ് വയ്ക്കേണ്ടത്. നമ്മളല്ലാതെ ഒരു അത്യാവശ്യ ഘട്ടത്തൊക്കെ വേണമെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ എനിക്കിവിടെ 2 UPI ID ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് UPI നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് ലെങ്ത് കൂടിപ്പോകുമെന്നുള്ളതുകൊണ്ട് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഫേവറേറ്റ് മർച്ചൻ്റ് രജിസ്റ്റർ, നമുക്കൊരു കട, ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലേക്ക് ഒരു QR കോഡൊക്കെ വേണമെങ്കിൽ നമ്മൾ മർച്ചൻ്റ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അത് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കുറേ പൈസ ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണുന്നുണ്ട്. ഏറ്റവും താഴെ വലത് സൈഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വരും. ഇനി നമുക്ക് ഒരാൾക്ക് പൈസ അയക്കണം, അതായത് ഒരു ഫ്രണ്ടിന് നമുക്കൊരു 10 രൂപ അയച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പമാണ്. ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇവിടെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഗീവ് പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കോൺടാക്റ്റ് നമ്പറുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതിൽ നിന്നും നമുക്ക് ആർക്കാണോ പൈസ അയക്കേണ്ട ആ ഫ്രണ്ടിൻ്റെ നമ്പറൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ബാങ്ക് അവരുടെ അല്ല, നമുക്ക് ഒന്നിലധികം UPI ബാങ്കുകൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വരും. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പോകണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം റിമാർക്സ് എന്നുള്ളിടത്ത് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്തു 1 രൂപ. അപ്പോൾ 1 രൂപ വേണമെങ്കിൽ മിനിമം അയക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ റിമാർക്സ് വേണം ടൈപ്പ് ചെയ്യുക, കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വെരിഫൈ ചെയ്ത് കാണിക്കും നമ്മൾ എത്ര രൂപ എവിടെ നിന്നാണ് അയക്കുന്നതെന്നല്ല. അപ്പോൾ ഈ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ UPI പിൻ നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫേക്ക് ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഈ പൈസ ട്രാൻസ്ഫർ ആവില്ല. ഞാൻ ആദ്യം പറയാം, ഇത്തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുഡ് നോട്ട് സെൻഡ് മണി എന്ന് പറഞ്ഞ് വരും. സാധാരണ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അങ്ങനെയൊന്നുമല്ല, ഇവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് റീസൺ കൊണ്ടാണ് ക്യാൻസൽ ആയതെന്നൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ റീസൺ നമുക്ക് എറേസ് ചെയ്യാം. നമുക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ നോക്കാം. ബാങ്കോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട്. ഇപ്പോൾ പൈസ ഡീറ്റെയിൽ നമുക്കെന്താ ട്രാൻസാക്ഷൻ ഫെയിലായ, ഞാനൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വന്നത്. അല്ലെങ്കിൽ പൈസ കറക്റ്റായിട്ട് പോകുന്നതാണ്. ഇനി വ്യൂ ഡീറ്റെയിൽസ് ഇതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബാങ്കോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും പൈസ ട്രാൻസാക്ഷൻസ് ഒന്നും ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതും കൂടെ പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഫേവറേറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഈ പ്ലസ് ബട്ടണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് UPI നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും BIM ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത്
ഉപയോഗിക്കുക. വളരെ ഫാസ്റ്റായിട്ട് സെക്യൂറാണ്, നമുക്ക് ഉപയോഗിക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള UPI ആപ്പുകൾ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നിലധികം UPI ആപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് ഒരു ഫോൺ പേയിൽ പേടിഎമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള അതേ ബാങ്ക് അക്കൗണ്ടിനെ നമുക്ക് ഇതിലും ലിങ്ക് ചെയ്യാം. അതിൻ്റെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ പണി മുടക്കിയാലും നമുക്ക് മറ്റൊരു ആപ്പ് വഴി പെട്ടെന്ന് മറ്റൊരു പണമിടപാട് കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കൊടുക്കാനൊന്നും യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതിൻ്റെ സംശയങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.